ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് വാഷി ടേപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അതേപോലെ ഇന്ന് നമ്മൾ പ്രിന്ററോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ ഒന്നും ഇല്ലാത്തതാണ് വാഷി ടേപ്സ് ഒക്കെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക, അതിൽ നമ്മൾ കുറച്ച് പാറ്റേൺസ് അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ വരച്ചെടുക്കുക. ഞാനിവിടെ ഗ്രിഡ്സ്, ഫ്ലവേഴ്സ്, റെയിൻബോ, ക്ലൗഡ്സ് അങ്ങനത്തെ കുറച്ച് പാറ്റേൺസ് ആണ് ഡ്രോ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അതേപോലെ നമുക്ക് വാഷി ടേപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജേർണലിംഗ് ഒക്കെ കുറച്ചും കൂടി ക്യൂട്ട്, അതേപോലെ കുറച്ചും കൂടി വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷി ടേപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ ഇത്രയും പാറ്റേൺസ് ആണ് ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിനെ ഒരു സീസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ടോ എല്ലാത്തിനും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള വാഷി ടേപ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. കാരണം നമുക്ക് നീളത്തിലുള്ളൊരു പേപ്പറാണ് വേണ്ടത്. സത്യത്തിൽ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത്രയും ഈസിയാണ്. എന്ന് നമുക്ക് ഈ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ, ആ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക, അതിനെ നമ്മളൊരു സർക്കിൾ ഷേപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വാഷി ടേപ്പ് ആക്കിയിട്ടുണ്ടായിരുന്ന ആ പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ഇനി ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്സ് എടുത്തിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പറയാനുള്ള കാരണം എൻ്റെ ആ ഒരു വീഡിയോ ഡിലീറ്റായിട്ട് പോയിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ആ ഒരു സ്ട്രിപ്സ്, അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. കാരണം നമുക്ക് ആ ഒരു വാഷി ടേപ്പ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗമ്മൊന്നും ഉപയോഗിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഷി ടേപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.